ഇൻറ്റീരിയറിൻ്റെ ബഡ്ജറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കൊട്ടേഷൻ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം? സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് നമുക്ക് കോൺട്രാക്ടർ തന്നിരിക്കുന്നത്, അത് ഓക്കെ ആണോ? ഇതുപോലുള്ള ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഉണ്ടാവും. നമുക്കതിനെപ്പറ്റി ഒന്ന് നോക്കാം. സോ ലിവിംഗ് ഗ്രിഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻറ്റീരിയറിൻ്റെ ബഡ്ജറ്റ് കാൽക്കുലേഷനും മറ്റ് ഡീറ്റെയിൽസും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ആക്ച്വലി വന്നിരിക്കുന്നത്. ഇൻറ്റീരിയറിൻ്റെ ബഡ്ജറ്റിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു ഏജിൽ നമുക്ക് സോഷ്യൽ മീഡിയ എല്ലാം നല്ല രീതിയിൽ ആക്റ്റീവായിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു ടൈമിൽ നമ്മളെപ്പോഴും കാണുന്ന വീഡിയോ ആണ് ഇൻറ്റീരിയർ 2 BHK ഇൻറ്റീരിയർ ഇത്ര സ്ക്വയർ ഫീറ്റിന് നമ്മൾ ചെയ്തു കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ 3 BHK ഇൻറ്റീരിയർ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് ഓഫർ പ്രൈസുകൾ നമ്മൾ കാണാറുണ്ട്. ഇതിൽ എത്രത്തോളം വിശ്വസിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇൻറ്റീരിയറുകൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഗിമിക്കിൽ നമ്മൾ വീഴാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്നാണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് 2 BHK ഇൻറ്റീരിയർ സ്റ്റാർട്ടിങ് അറ്റ് 7.5 lakh എന്ന്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കുന്ന സർവീസുകൾ മാറാൻ സാധ്യതയുണ്ട്. നാളെ പ്രൊജക്ട് കൺഫേം ആകുമ്പോൾ ഈ 7.5 lakh നിന്ന് ബഡ്ജറ്റ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 7.5 lakh നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഇൻ കേസ് നമ്മളത് 7.5 lakh നിന്ന് കൺസ്ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പ്രൊജക്റ്റ് ചിലപ്പോൾ ഹയർ വാല്യൂയിലേക്ക് പോവാം. അപ്പോൾ കസ്റ്റമർ ചോദിക്കും നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളത്. നേരെ മറിച്ച് ഞാനിപ്പോൾ പറയുകയാണ് എനിക്ക് 7.5 lakh 3 BHK ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും പറ്റും. പക്ഷേ അവിടെ ഞാൻ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വരും. ഒന്ന് മെറ്റീരിയൽ ക്വാണ്ടിറ്റി, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ വർക്ക്മാൻഷിപ്പ്. ഈ 3 കാര്യത്തിലും എന്തെങ്കിലും കോംപ്രമൈസ് വരുത്തിയാലേ പിന്നെ ഒരു ബഡ്ജറ്റിൽ എനിക്ക് ചിലപ്പോൾ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ക്വയർ ഫീറ്റ് റേറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ടിലോ വരുന്ന ഒരു ഇൻറ്റീരിയർ ഒരിക്കലും ഫൈനലൈസ് ചെയ്യരുത്. ബിക്കോസ് നിങ്ങളുടെ ഇൻറ്റീരിയർ വർക്ക് ഒരു പെയിൻറ്റിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്ലോറിംഗ് വർക്കോ അല്ല, ഒരു സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കല്ല ഒരിക്കലും. ഇപ്പോൾ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഒരു വാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വാളിൻ്റെ സൈസ് എത്രയാണ്, ആ സൈസ് വെച്ചിട്ട് അവരുടെ വേണ്ടി വരുന്ന ലേബറും മെറ്റീരിയലും ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലോറിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഇത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്, ആ സ്ക്വയർ ഫീറ്റിന് എത്ര ലേബർ വരും എന്നുള്ളത് സ്ക്വയർ ഫീറ്റ് റേറ്റ് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ആ സ്ക്വയർ ഫീറ്റിലേക്ക് എത്ര ടൈല് ഇൻക്ലൂഡിങ് വേസ്റ്റേജ് വരും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ റേറ്റ് നോക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഒരു ഇൻറ്റീരിയർ വർക്ക് നമുക്ക് ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ഒരു വോളിയം ബേസ്ഡ് കാൽക്കുലേഷനാണ് ആക്ച്വലി. സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ല ഒരിക്കലും. എത്ര ഡെപ്ത് വാർഡ്രോബിന് വേണം, എത്ര ഡെപ്ത് TV യൂണിറ്റിന് വേണം, എത്ര ഹൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വോൾ പാനലിംഗ് ആണെങ്കിലും അവിടെ ചെയ്യേണ്ട പാനലിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണോ അതിനനുസരിച്ചുള്ള ഡെപ്ത് അവിടെ കൊടുത്തിരിക്കണം. ഇതുപോലുള്ള കാൽക്കുലേഷൻസ് ആണ് സാധാരണ നമ്മുടെ ഇൻറ്റീരിയറിൽ വരിക. നമുക്ക് സിമ്പിളായിട്ട് ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ എവിടെയും ഒരു പ്രൊജക്റ്റും ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രൊജക്റ്റ് എയിൽ വാർഡ്രോബിൻ്റെ ഡെപ്ത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റും 45 cm ആയിരിക്കും. നേരെ മറിച്ച് പ്രൊജക്റ്റ് ബിയിലേക്ക് എത്തുമ്പോൾ 500 mm അല്ലെങ്കിൽ 50 cm കൊടുക്കേണ്ട ഒരു റിക്വയർമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ 2 പ്രോജക്റ്റും ഒരേ റേറ്റ്, ഒരേ കൊട്ടേഷൻ, ഒരേ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് നിങ്ങൾ പറയാം. ദെൻ അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ആ റേറ്റിൽ അവർ ചെയ്തു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോംപ്രമൈസ് either നിങ്ങൾക്ക് തരുന്ന മെറ്റീരിയലിലോ അല്ലാന്നുണ്ടെങ്കിൽ വർക്കിലോ ഉണ്ടായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. സോ നമ്മൾ ബഡ്ജറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വീടിൻ്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, അതായത് വീട് സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷ് ചെയ്യുന്നത് വരെയുള്ള ടോട്ടൽ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ അല്ല, കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ സ്ക്വയർ ഫീറ്റിലാണ് നിങ്ങളുടെ കോൺട്രാക്ടർ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 40 lakh ആണ് നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഓവറോൾ വരുന്നത്. അതിൻ്റെ അറ്റ്ലീസ്റ്റ് 10% to 40% നിങ്ങൾക്ക് ഇൻറ്റീരിയറിലേക്ക് മാറ്റി വെക്കാനുള്ള ബഡ്ജറ്റായിട്ട് കണക്ക് കൂട്ടുക. അതിൽ നിങ്ങൾക്കിപ്പോൾ 10% ഇത് ഇത്ര എമൗണ്ട് ആണ്, അല്ലെങ്കിൽ 40% ഹയർ സൈഡ് ഇത്ര എമൗണ്ട് ആണ്. ഇതിൽ നിങ്ങൾക്ക് എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിനെ ബാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു ഡെപ്റ്റ് ഉണ്ടാക്കാത്ത രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു എമൗണ്ട് ഇൻറ്റീരിയറിലേക്ക് വെക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് 10 to 40% പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിൽ വേണ്ട ബേസിക് നീഡ്സ്, വളരെ ബേസിക്കായിട്ട് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട നീഡ്സ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ ആ വീടിൻ്റെ ടോട്ടൽ കൺസ്ട്രക്ഷൻ്റെ 10% ഓഫ് വർക്ക് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും ഇൻറ്റീരിയറിലേക്ക്. അതായത് ബെഡ്റൂമുകളിലേക്ക് വരുമ്പോൾ ഒരു വാർഡ്രോബ്, അറ്റ്ലീസ്റ്റ് ഒരു 2 shutter വാർഡ്രോബ്, കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു ബേസ് ക്യാബിനറ്റും കുറച്ച് വാൾ സ്റ്റോറേജും,
ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളും വേണ്ട അക്സസറീസും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 10% നിങ്ങൾ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഇനി നിങ്ങൾക്ക് ആ ഒരു വീട് ഏറ്റവും നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ് ടു 40% വരെ നിങ്ങൾക്ക് നോക്കാം. അതായത് ഇപ്പോൾ 40 ലാഖിൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 40% എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 15 ലാഖ് ആ റേഞ്ചിലേക്ക് വരും. അപ്പോൾ ഒരു 40 ലാഖിൻ്റെ വീട്ടിൽ 15 ലാഖിൻ്റെ ഇൻറ്റീരിയറോ നിങ്ങൾ ചോദിക്കും. പക്ഷേ 15 ലാഖിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഒരാൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വൗ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് അവിടെ ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് നമ്മളവിടെ ഇൻറ്റീരിയർ ചെയ്യുക. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു വാർഡ്രോബ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ ചെയ്യുക എന്നുള്ളതല്ല. ജസ്റ്റ് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. ഈവൻ ഫ്ലോറിങ് മുതൽ ഫോൾ സീലിംഗ്, വാൾ ഡെക്കേഴ്സ്, വാൾ എലമെൻറ്റ്സ്, സോഫ, ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്സ്, ഇതിൻ്റെ ഫ്ലോ, ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. സോ ഹൗ മച്ച് യുവർ ബഡ്ജറ്റ് ഈസ്, ആ രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു വീടാണ്, നിങ്ങൾ 2 കോടി രൂപയ്ക്ക് ഒരു വീട് പണിയാണ്, അതിൻ്റെ 40% എന്ന് പറഞ്ഞാൽ ഏകദേശം 80 ലക്ഷം രൂപയാണ്. പക്ഷേ നിങ്ങൾ 2 കോടിക്ക് വീട് പണിയുമ്പോൾ ചിലപ്പോൾ 80 ലക്ഷത്തിന് എക്സീഡ് ചെയ്ത് ചിലപ്പോൾ ഇൻറ്റീരിയർ ചെയ്യേണ്ട റിക്വയർമെൻ്റ് ആയിരിക്കും. സോ ഈ ഒരു 10 to 40% എപ്പോഴും ഒരു സ്പെക്കുലേറ്റീവ് എമൗണ്ടാണ്. നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങളവിടെ വീട്ടിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പേസ് എങ്ങനെയാണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇതൊരു ഡബിൾ ഹൈറ്റ് വരുന്ന, അത്യാവശ്യം ലിവിങ് റൂം, ഫോർമൽ ലിവിങ് എന്ന ഏരിയസൊക്കെ ഡബിൾ ഹൈറ്റ് വരുന്ന രീതിയിലുള്ളൊരു വീടാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഡബിൾ ഹൈറ്റിൽ വേണ്ട ഡെക്കറേഷൻസ് നല്ല രീതിയിൽ കൊടുക്കേണ്ടി വരും. ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റീരിയർ സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും ഈ ഒരു 10 to 40% അല്ല, അത് നിങ്ങളുടെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പാരാമീറ്റർ മാത്രമാണ്. സോ ഫൈനൽ പോയിന്റ്, നമ്മുടെ ഒരുപാട് ഇൻറ്റീരിയർ കമ്പനീസ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ പല ഇൻറ്റീരിയർ കമ്പനീസും ഞാൻ തന്നെ പേഴ്സണലി കണ്ടിട്ടുണ്ട്. പല ഇൻറ്റീരിയർ കമ്പനീസും പറയുന്നുണ്ട് ഹിഡൻ ചാർജസ് ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര രൂപയ്ക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ രൂപയിൽ ഇത്ര രൂപയ്ക്ക് നമ്മൾ ഇൻറ്റീരിയർ ചെയ്ത് കൊടുക്കും, ഇന്ന കാര്യങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിലേക്ക് വരാം, ഹിഡൻ ചാർജസ് നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആസ് എൻ ഇൻറ്റീരിയർ പ്രൊഫഷണൽ ഒരു കഴിഞ്ഞ 5 years ആയിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പറയുകയാണ്, ഹിഡൻ ചാർജസ് എന്ന് പറയുന്നത് ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാത്ത, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത ഒരുപാട് റേറ്റ്സ് ഇൻറ്റീരിയർ ഫീൽഡിലുണ്ട്. നിങ്ങൾക്ക് ബഡ്ജറ്റ് വരുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത്ര ചാർജ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ഇപ്പോൾ വാർഡ്രോബ് എന്തുകൊണ്ടാണ് ഇത്ര ചാർജ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും ഹിഡൻ ചാർജ് അല്ല. അപ്പോൾ അത് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് കൊട്ടേഷൻ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി കുഴപ്പമാണ്. എനിക്കറിയാവുന്ന പല കമ്പനീസും ഉണ്ട് ഏകദേശം 40 അല്ലെങ്കിൽ 50 പേജിൻ്റെ കൊട്ടേഷൻ കൊടുക്കുന്നത്. ഈ 50 പേജിൻ്റെ കൊട്ടേഷൻ ഒരു കസ്റ്റമർക്ക് വരുമ്പോൾ കസ്റ്റമർക്ക് ഒരിക്കലും അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഇപ്പോൾ വാർഡ്രോബ് ഇത്ര രൂപയാണ്, കിച്ചൺ, ബേസ് ക്യാബിനറ്റ് എല്ലാം കൂടി അടക്കം എത്ര രൂപയാണ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അവിടെ എന്താണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ റേറ്റ് കൂടുതൽ വന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ ആക്സസറീസാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നേരെ മറിച്ച് നിങ്ങൾക്ക് വേഗമായിട്ടൊരു എമൗണ്ട് പറഞ്ഞിട്ടൊരു വർക്ക് തരുന്ന ഒരാളെ ഒരിക്കലും കൺസൾട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ദെൻ വലിയ കമ്പനീസും ചെറിയ കമ്പനീസും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരേ വർക്ക് തന്നെ, അതായത് ഇപ്പോൾ ഒരു 3 BHK ഇൻറ്റീരിയർ സെയിം വർക്ക് തന്നെ 5 ലാഖിന് കോട്ട് ചെയ്ത ആളുണ്ടാവും, 10 ലാഖിന് കോട്ട് ചെയ്ത ആളുണ്ടാവും, 20 ലാഖിന് കോട്ട് ചെയ്ത ആളുണ്ടാവും. ചിലപ്പോൾ ഓൾമോസ്റ്റ് സെയിം വർക്ക് ആയിരിക്കും 3 പേരും കോട്ട് ചെയ്തിട്ടുണ്ടാവുക, സെയിം എമൗണ്ട് ഓഫ് വർക്ക്. പക്ഷേ എന്താണ് ഡിഫറൻസ്? ഫസ്റ്റ് തിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയലാണ്. അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൽ എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇപ്പോൾ ഒരു 20 ലാഖിന് കോട്ട് ചെയ്യുന്ന ഒരു വലിയൊരു കമ്പനി, അല്ലെങ്കിൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനി, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാത്തൊരു കമ്പനി ആയിരിക്കും. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സർവീസസ് ഏറ്റവും നന്നായിട്ട് കിട്ടും. ചിലപ്പോൾ വാറണ്ടി സർവീസസും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാ കമ്പനീസും ഓക്കെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ 5 ലാഖിന് കിട്ടുന്ന സർവീസ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കാം, പറയാൻ പറ്റില്ല. ദെൻ മിഡ് റേഞ്ചിൽ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ഇവിടെയും ചിലപ്പോൾ കോംപ്രമൈസുകൾ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട അഡ്വാൻറ്റേജസ്, ചിലപ്പോൾ ഡെയിലി അപ്ഡേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. സോ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് എന്താണോ ഒരു ഇൻറ്റീരിയർ കമ്പനി പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നാട്ടിലില്ല, നിങ്ങൾക്ക് എൻഡ് ടു എൻഡ് സപ്പോർട്ട് വേണം. ഒരു വലിയൊരു കമ്പനിയെ നിങ്ങൾ സമീപിച്ചു, അവരൊരു പ്രൊജക്ട് കോർഡിനേറ്ററെയും ഒരു സൂപ്പർവൈസറും കാര്യങ്ങളൊക്കെ സൈറ്റിലേക്ക് അറേഞ്ച് ചെയ്തു. പക്ഷേ അവർ ചെയ്യുന്നത്, അവർ വർക്ക് ചെയ്യുന്നു, അവർ നിങ്ങൾക്കൊരു മെയിൽ അയക്കുന്നു, സാർ വർക്ക് കഴിഞ്ഞു, അടുത്ത സ്റ്റേജ് ഇന്നതാണ്, അത് കഴിഞ്ഞാലേ നമുക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കഴിഞ്ഞു. ഇതായിരിക്കും ചിലപ്പോൾ അവരുടെ ഇൻവോൾവ്മെൻറ്റ്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നാട്ടിലുണ്ടാവില്ല, നിങ്ങളുടെ റിലേറ്റീവ്സ് ആരും ഉണ്ടാവില്ല. ഒരു കെയർ ടേക്കർ എന്ന രീതിയിൽ ചിലപ്പോൾ പ്രൊജക്റ്റ് ഏറ്റെടുക്കാനുള്ള ഒരു ടീമായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ നീഡ് എന്താണോ അതിനനുസരിച്ച് ഒരു ഇൻറ്റീരിയർ പ്രൊഫഷണലിനെയോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ കമ്പനീനെയോ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻറ്റീരിയർ ബഡ്ജറ്റിങ്ങും ആ ഒരു പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ.
സോ നമ്മൾ നേരത്തെ ഇനീഷ്യലി നമ്മളെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു കൊട്ടേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര രൂപയ്ക്ക് ഞങ്ങൾ ചെയ്തു തരാം, ഇത്ര സ്ക്വയർ ഫീറ്റിന് ചെയ്തു തരാം എന്നുള്ള കൺസ്ട്രെയിനിൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മെറ്റീരിയലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാക്രിഫൈസ് അവിടെ ചെയ്താലേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു പ്രോജക്റ്റ്, ഇപ്പോൾ ഒരു ഇൻറ്റീരിയർ ആയിക്കോട്ടെ, ഒരു കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, വാട്ട് എവർ ദ പ്രോജക്റ്റ്, ഏത് ചെറിയ പ്രോജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്കത് 3 രീതിയിൽ 3 ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കത് പെട്ടെന്ന് നടന്നു കിട്ടണം, ചീപ്പായിരിക്കണം, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഉണ്ടാവണം. ഇത് 3 നമ്മൾ ഒരിക്കലും ഒന്നിച്ച് ചിന്തിക്കാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളവിടെ ചീപ്പാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ക്വാളിറ്റീനെ അത് ബാധിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് മാനേജ് ചെയ്യാൻ പറ്റും, പക്ഷേ അവിടെ ക്വാളിറ്റി എന്തെങ്കിലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ചിലപ്പോൾ പരിപാടി കഴിഞ്ഞിരിക്കും. പക്ഷെ പെട്ടെന്ന് പരിപാടി കഴിയുന്ന ഒരു സംഭവത്തിൽ ചിലപ്പോൾ ക്വാളിറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസോ കൂടാൻ സാധ്യതയുണ്ട്. സെയിം തന്നെ ബഡ്ജറ്റ് വളരെ കൂടുതലാണ്, ക്വാളിറ്റിയും കൂടുതലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും എന്തെങ്കിലും ഒരു കോംപ്രമൈസ് നിങ്ങൾക്ക് അവിടെ വരുത്തേണ്ടി വരും. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ദെൻ സെക്കൻഡ് തിങ്, വർക്ക്മാൻഷിപ്പും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയുമാണ്. നമുക്ക് ഒരുപാട് മെറ്റീരിയൽ ഇൻറ്റീരിയൽ അവൈലബിൾ ഉണ്ട്. സത്യം പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറൗണ്ട് ഇൻറ്റു 100 കൂട്ടിക്കഴിഞ്ഞാൽ അത്രയധികം മെറ്റീരിയൽ, അത്രയധികം ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബ്രാൻഡുകൾക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എപ്കോ പോലെയൊരു ബ്രാൻഡ്, എപ്കോ ബ്രാൻഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം 90% ഓഫ് മെറ്റീരിയൽ നമുക്ക് ഇൻറ്റീരിയറിൽ ആവശ്യമുള്ളത് അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. നേരെ മറിച്ച് ഹെറ്റിച്ച് ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി നമുക്ക് അവിടെ ഇൻഷുർ ചെയ്യാൻ പറ്റും. ഹാഫിലാണെങ്കിലും കുറച്ചും കൂടി ക്വാളിറ്റി, പക്ഷേ നമുക്ക് എല്ലാ മെറ്റീരിയലും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് സപ്ലൈ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ മോഡൽ അവർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതാണ് ഡിഫറൻസ്. സെയിം തന്നെ പ്രൈസിലും അതേ രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്, ക്വാളിറ്റി മാത്രമല്ല. ഇപ്പോൾ ലോക്കൽ ബ്രാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ SS എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു ഐറ്റം നോൺ SS ആയിരിക്കും ചിലപ്പോൾ. ഇങ്ങനെയുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതിലൊക്കെയാണ് ഒബ്വിയസ്ലി ബഡ്ജറ്റിൽ ഇഷ്യൂസ് വരിക, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ കൺഫ്യൂഷൻസ് വരിക. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കോർ മെറ്റീരിയൽ പ്ലൈവുഡ് ആണോ, MDF ആണോ, HDF ആണോ, ബ്ലോക്ക് ബോർഡ് ആണോ, ഈ ഓരോ മെറ്റീരിയൽസും WPC, PVC, ഓരോ മെറ്റീരിയൽസിനുള്ള റേറ്റ് ഡിഫറൻസ്. ഇതിൽ തന്നെ പ്ലൈവുഡ് എടുക്കുകയാണെങ്കിൽ BWR ഉണ്ട്, BWP ഉണ്ട്, കുറഞ്ഞ ഗ്രേഡ് പ്ലൈവുഡ്സ് ഉണ്ട്, ലോക്കൽ പ്ലൈവുഡ്സ് വരുന്നുണ്ട്. ഇതിലൊക്കെ റേറ്റ് ഡിഫറൻസ് വരും. 100 rupees അല്ലെങ്കിൽ 200 rupees പെർ സ്ക്വയർ ഫീറ്റിൽ മാറ്റം വരും. ഇതൊക്കെയാണ് നിങ്ങളുടെ വർക്കിനെ ബാധിക്കുന്ന ഫിക്സഡ് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റിൽ നിങ്ങൾ ചെയ്യുമ്പോൾ. എപ്പോഴും ഫസ്റ്റ് ഒരു ഡിസൈൻ ഫൈനലൈസ് ചെയ്യുക, ഒരു ബഡ്ജറ്റ് ആദ്യം ഫൈനലൈസ് ചെയ്യുക, ഡിസൈൻ ഫൈനലൈസ് ചെയ്യുക. ഇതിന് ശേഷം നിങ്ങളൊരു പ്രൊജക്റ്റിൻ്റെ കൊട്ടേഷൻ എടുക്കുക. അത് നിങ്ങൾക്ക് 1, 2, 3, 4 ഇൻറ്റീരിയർ ഡിസൈനേഴ്സോ അല്ലെങ്കിൽ ആർക്കിടെക്ട്സിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. ഇതായിരിക്കും നിങ്ങളുടെ പ്രൊജക്റ്റ് ഏറ്റവും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ അല്ല നിങ്ങൾ ജമ്പ് ഔട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ കൊട്ടേഷൻ എടുത്താൽ അതിന് അഗെയിൻസ്റ്റ് നിങ്ങൾ ഡിസൈൻ ചെയ്ത് പിന്നെ വരുമ്പോൾ ഐദർ നിങ്ങളുടെ കൊട്ടേഷനിൽ വേരിയേഷൻസ് വന്നിരിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ നിങ്ങളെ പറ്റിക്കുകയെന്ന് ഞാൻ പറയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കോംപ്രമൈസ് ഐദർ മെറ്റീരിയലിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വർക്കിലോ ഉണ്ടായിരിക്കും. സോ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണെന്ന് ഫൈനലൈസ് ചെയ്യുക. ദെൻ ഒരു ഫിക്സഡ് റേറ്റോ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റോ വരുന്ന ഒരാളെ കൺസൾട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. തേർഡ് തിങ്, എന്തൊക്കെ മെറ്റീരിയലാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്, ക്വാളിറ്റി, നിങ്ങൾക്ക് എന്താണോ റിക്വയർമെൻറ്റ്, പേഴ്സണലൈസ് ആയിട്ട് നിങ്ങളുടെ പ്രോജക്റ്റിൽ എന്താണോ റിക്വയർമെൻറ്റ്, അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ. ഓക്കെ, സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.